അടുത്തത് പൊട്ടൻഷ്യൽ എനർജി ഓഫ് എ സിസ്റ്റം ഓഫ് 2 പോയിന്റ് ചാർജസ്. അതായത് ഒരു സിസ്റ്റത്തിൽ ഒരു ചാർജിന് പകരം നമ്മുടെ കയ്യിൽ 2 ചാർജുകളുണ്ട്. ഇതാണ് നമ്മുടെ സിസ്റ്റം. ആ സിസ്റ്റത്തിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ 2 ചാർജുകളെ കൊണ്ടുവരാനായിട്ട് പോവുകയാണ്. അങ്ങനെയാണെങ്കിൽ ആ സിസ്റ്റത്തിൽ 2 പോയിന്റ് ചാർജുകൾ എത്തപ്പെടും. അങ്ങനെയെങ്കിൽ ആ സിസ്റ്റത്തിൻ്റെ പൊട്ടൻഷ്യൽ എനർജി എത്രയാണ്? ഇതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. നോക്കാം. ഈ ബ്ലൂ റെക്റ്റാങ്കിൾ ആണ് നമ്മുടെ കയ്യിലുള്ള സിസ്റ്റം. ആ സിസ്റ്റത്തിലേക്ക് 2 പോയിന്റ് ചാർജുകളെ കൊണ്ടുവരണം. എവിടെ നിന്ന് കൊണ്ടുവരണം? ഇൻഫിനിറ്റിയിൽ നിന്ന് കൊണ്ടുവരണം. അതിന് വേണ്ടി വരുന്ന ടോട്ടൽ വർക്ക് ഡൺ ആണ് ആ സിസ്റ്റത്തിൻ്റെ പൊട്ടൻഷ്യൽ എനർജി. ഇനി 2 പോയിന്റുകൾ നമ്മൾ ഇവിടെ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. പോയിന്റ് എ, പോയിന്റ് ബി. പോയിന്റ് എയിലേക്ക് ഞാൻ കൊണ്ടുവരുന്നത് Q1 എന്ന് പറയുന്ന ചാർജിനെയാണ് ഇൻഫിനിറ്റിയിൽ നിന്ന്. അതിനുശേഷം പോയിന്റ് ബിയിലേക്ക് ഞാൻ കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നത് Q2 എന്ന് പറയുന്ന ചാർജിനെയാണ് ഇൻഫിനിറ്റിയിൽ നിന്നും. അങ്ങനെയാണെങ്കിൽ ആദ്യത്തെ ചാർജിനെ കൊണ്ടുവരാനായിട്ടുള്ള വർക്ക് ഡൺ W1, രണ്ടാമത്തെ ചാർജിനെ കൊണ്ടുവരാനായിട്ടുള്ള വർക്ക് ഡൺ W2. ടോട്ടൽ വർക്ക് ഡൺ എന്താണ്? W1 പ്ലസ് W2, ദാറ്റ് ഇസ് എ ടോട്ടൽ വർക്ക് ഡൺ. അത് തന്നെയായിരിക്കും ആ സിസ്റ്റത്തിൻ്റെ പൊട്ടൻഷ്യൽ എനർജി. ഇനി നമുക്ക് W1 കണ്ടുപിടിക്കണം, W2 കണ്ടുപിടിക്കണം, രണ്ടും കൂടി ആഡ് ചെയ്യണം, ടോട്ടൽ വർക്ക് ഡൺ കണ്ടുപിടിക്കണം. അത് തന്നെയാണ് പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയണം. W1 എന്താണ്? Q1 എന്ന് പറയുന്ന ചാർജിനെ A എന്ന് പറയുന്ന പോയിന്റിലേക്ക് കൊണ്ടുവരണം. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ആദ്യത്തെ ചാർജിനെ കൊണ്ടുവരുമ്പോൾ രണ്ടാമത്തെ ചാർജ് അവിടെ ആബ്സെൻ്റ് ആണ്. അതേപോലെ തന്നെ ഈ സിസ്റ്റം ഇരിക്കുന്നത് ഒരു ഫീൽഡ് ഫ്രീ റീജിയണിലാണ്. എ എന്ന് പറയുന്ന പോയിന്റിലേക്ക് Q1നെ കൊണ്ടുവരാനായിട്ടുള്ള വർക്ക് ഡൺ ശരിക്കും 0 ആണ്. കാരണം എന്താ? നമുക്കറിയാവുന്ന ഒരു ഇക്വേഷനാണ് പൊട്ടൻഷ്യൽ ഇസ് ഈക്വൽ ടു വർക്ക് ഡൺ ഡിവൈഡഡ് ബൈ ചാർജ്. അങ്ങനെയെങ്കിൽ വർക്ക് ഡൺ എന്താണ്? പൊട്ടൻഷ്യൽ ഇൻറ്റു ചാർജ്. അതായത് എ എന്ന് പറയുന്ന പോയിന്റിലേക്ക് Q1 എന്ന് പറയുന്ന ചാർജിനെ കൊണ്ടുവരാനായിട്ടുള്ള വർക്ക് ഡൺ കണ്ടുപിടിക്കണമെങ്കിൽ എ എന്ന് പറയുന്ന പോയിന്റിലെ പൊട്ടൻഷ്യൽ കൊണ്ട് വരുന്ന ചാർജിനെ മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അതായത് W1 ആദ്യത്തെ ചാർജിനെ കൊണ്ടുവരാനായിട്ടുള്ള വർക്ക് ഡൺ W1 ഈക്വൽ ടു എ എന്ന് പറയുന്ന പോയിന്റിലെ പൊട്ടൻഷ്യൽ ഇൻറ്റു വരുന്ന ചാർജ്. VA ഇൻറ്റു വരുന്ന ചാർജ് ഏതാണ്? Q1. പക്ഷേ VA എന്താണ്? 0 ആണ്. കാരണം ആ Q1 എന്ന് പറയുന്ന ചാർജിനെ കൊണ്ടുവരുമ്പോൾ ഈ സിസ്റ്റത്തിൻ്റെ ഉള്ളിൽ മറ്റുള്ള യാതൊരു ചാർജുകളും ഇല്ല. അതേപോലെ തന്നെ ഈ സിസ്റ്റം ഇരിക്കുന്നത് ഒരു ഫീൽഡ് ഫ്രീ റീജിയണിൽ ആണ്. അതുകൊണ്ട് എ എന്ന് പറയുന്ന പോയിന്റിൽ യാതൊരു വിധത്തിലുള്ള പൊട്ടൻഷ്യലും ആക്ട് ചെയ്യുന്നില്ല. VA 0 ആണ്. 0 ഇൻറ്റു Q1 ഇറ്റ് ഈസ് ഈക്വൽ ടു 0. അതായത് Q1 എന്ന് പറയുന്ന ചാർജിനെ എ എന്ന് പറയുന്ന പോയിന്റിലേക്ക് കൊണ്ടുവരാൻ എന്താവശ്യമില്ല? വർക്ക് ഡൺ ആവശ്യമില്ല. W1 ഈസ് ഈക്വൽ ടു 0 ആണ്. ഇനി W2 കണ്ടുപിടിക്കണം. W2 എന്ന് പറഞ്ഞാൽ എന്താണ്? Q2 എന്ന് പറയുന്ന ചാർജിനെ B എന്ന് പറയുന്ന പോയിന്റിലേക്ക് കൊണ്ടുവരണം. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, രണ്ടാമത്തെ ചാർജിനെ B എന്ന് പറയുന്ന പോയിന്റിലേക്ക് കൊണ്ടുവരുമ്പോൾ ഏത് ചാർജ് അവിടെ പ്രസൻ്റ് ആണ്? Q1 എന്ന് പറയുന്ന ചാർജ്. Q1 ഓൾറെഡി എയിലേക്ക് വന്നു കഴിഞ്ഞു. അതിനുശേഷമാണ് Q2വിനെ കൊണ്ടുവരുന്നത്. അതായത് എ എന്ന് പറയുന്ന പോയിന്റിൽ ഇപ്പോൾ ആര് പ്രസൻ്റ് ആണ്? Q1 പ്രസൻ്റ് ആണ്. അങ്ങനെയെങ്കിൽ ഞാനിവിടെ Q1 എന്ന് എഴുതുന്നു. ഇനി W2 കണ്ടുപിടിക്കണം. അതിനുവേണ്ടി നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണ്? B എന്ന് പറയുന്ന പോയിന്റിലെ പൊട്ടൻഷ്യൽ കണ്ടെത്തി ആ പൊട്ടൻഷ്യലിനെ വരുന്ന ചാർജിനെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അതായത് W2 എന്ന് പറയുന്നത് രണ്ടാമത്തെ ചാർജിനെ കൊണ്ടുവരാനായിട്ടുള്ള വർക്ക് ഡൺ എന്ന് പറയുന്നത് B എന്ന് പറയുന്ന പോയിന്റിലെ പൊട്ടൻഷ്യൽ ഇൻറ്റു വരുന്ന ചാർജ്. B എന്ന് പറയുന്ന പോയിന്റിലെ പൊട്ടൻഷ്യൽ എന്താണ്? ഇവിടെ B ഇരിക്കുന്നത് Q1 എന്ന് പറയുന്ന ചാർജിൻ്റെ അടുത്താണ്. R12 ഡിസ്റ്റൻസ് അകലെയാണ്. അതായത് B എന്ന് പറയുന്ന പോയിന്റിൽ Q1 കാരണം ഒരു പൊട്ടൻഷ്യൽ ഉണ്ടാകും. ആ പൊട്ടൻഷ്യലിനെ വരുന്ന ചാർജ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് W2 കിട്ടും. ഒരു സിംഗിൾ ചാർജ് കാരണം ഉണ്ടാകുന്ന പൊട്ടൻഷ്യലിൻ്റെ ഇക്വേഷൻ എന്തായിരുന്നു? ഒന്ന് ഓർത്തെടുക്കാം. V ഈക്വൽ ടു 1/4πε0 Q ഡിവൈഡഡ് ബൈ R. Q എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അവിടെ വെച്ചിരിക്കുന്ന സോഴ്സ് ചാർജാണ്. R എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോഴ്സ് ചാർജും നമ്മൾ എടുക്കുന്ന പോയിന്റും തമ്മിലുള്ള ഡിസ്റ്റൻസ്. ഇവിടെ സോഴ്സ് ചാർജ് Q1 ആണ്. ബിയിലേക്കുള്ള ഡിസ്റ്റൻസ് R12.
അങ്ങനെയാണെങ്കിൽ വി ബി എന്താണ്? പൊട്ടൻഷ്യൽ അറ്റ് ബി ഡ്യൂ ടു Q1 എത്രയാണ്? 1/4πε0 സോഴ്സ് ചാർജ് Q1 ഡിവൈഡഡ് ബൈ ഡിസ്റ്റൻസ് R12. അതായത് വി ബി ഈസ് ഈക്വൽ ടു 1/4πε0 Q1/R12 ഇൻറ്റു വരുന്ന ചാർജ് ഏതാണ്? Q2 ആണ്. അതാണ് നമ്മുടെ W2. എന്ത് ചെയ്യണം? Q2വിനെ ഉള്ളിലേക്ക് കൊണ്ടുവരണം. W2 എന്തായിട്ട് മാറും? 1/4πε0 Q1 ഇൻറ്റു Q2 ഡിവൈഡഡ് ബൈ R12. ഇതാണ് W2. ടോട്ടൽ വർക്ക് ഡൺ കണ്ടുപിടിക്കാം. ടോട്ടൽ വർക്ക് ഡൺ എന്താണ്? W1 പ്ലസ് W2 ആണ്. W1 0യും W2 1/4πε0 Q1 Q2 ഡിവൈഡഡ് ബൈ R12. അങ്ങനെയെങ്കിൽ ടോട്ടൽ വർക്ക് ഡൺ ഇസ് ഈക്വൽ ടു W2 എന്ന് നമുക്ക് എഴുതാം. 1/4πε0 Q1 Q2 ഡിവൈഡഡ് ബൈ R12. ഇതാണ് ടോട്ടൽ വർക്ക് ഡൺ. ഇത് തന്നെയാണ് പൊട്ടൻഷ്യൽ എനർജി. പൊട്ടൻഷ്യൽ എനർജി ഈസ് ഈക്വൽ ടു 1/4πε0 Q1 Q2 ഡിവൈഡഡ് ബൈ R12. അതായത് ഒരു സിസ്റ്റത്തിൽ 2 പോയിന്റ് ചാർജുകളാണ് ഉള്ളതെങ്കിൽ ആ സിസ്റ്റത്തിൻ്റെ പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്നത് 1/4πε0 Q1 Q2 ഡിവൈഡഡ് ബൈ R12 ആയിരിക്കും.